ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ ഒരു മൈനോറിറ്റിയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെയുള്ള സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി അല്ല ചെയ്യുന്നത് എന്ന് എടുത്തു പറയുകയാണ്. സ്ഥിരം പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂടപ്പിറപ്പുകളോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയിലാണ് സ്ഥിരം പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ അല്ല ഞാൻ ചില ആളുകളോട് പറയേണ്ട രീതിയിൽ ചില എതിർപ്പുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത്. അതങ്ങനെയാണ്. ഞാൻ അങ്ങനെ വലിയ മര്യാദയുള്ള ഒരു മനുഷ്യനൊന്നും അല്ല എന്നുള്ളത് പല ആളുകൾക്കറിയാം. അപ്പം അതുകൊണ്ട് സ്ഥിരം പ്രേക്ഷകരത് കാണാതിരിക്കുക. എന്തിനാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വേറെ ആളുകളോട് ഹാർഷായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സ്ഥിരം പ്രേക്ഷകരെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമസ്കാരം. ചില കാര്യങ്ങൾക്കെതിരെ, ചില ആളുകൾക്കെതിരെ, ചില അജണ്ടകൾക്കെതിരെ വളരെ വ്യക്തമായിട്ട് ഹാർഷായിട്ടും ഇമോഷണലായിട്ടും ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നതിനകത്തൊരു മടിയും വിചാരിക്കേണ്ട. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച കാര്യങ്ങൾ, നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അതിനെ എതിർക്കുന്ന തരത്തിലേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു പൗരൻ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വവാദികളുടെ തീവ്രമായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ ഇടയ്ക്ക് കാണുന്ന സമയത്ത് കേരളത്തിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇന്ത്യ നിന്റെ തന്തയുടെ വകയാണോ എന്നുള്ളത് ചോദിക്കുന്നത് ഒരിക്കലും കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ നോക്കിക്കാണാറില്ല. അതങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരുത്തൻ്റെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭരണഘടനയോ ഒരുത്തൻ്റെയും കുടുംബത്ത് നിന്ന് അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളോ അല്ല നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെയുള്ള ചോദ്യങ്ങൾ, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ നടത്തുന്ന സമയത്ത് ചോദിക്കേണ്ടത് അതേ ചോദ്യം തന്നെയാണ്. ഇന്ത്യ നിന്റെ തന്തയുടെ വകയാണോ എന്നുള്ളത്. അതേ ചോദ്യം തന്നെ കേരളത്തിലുള്ള അബ്ദുള്ള ബേസിൽ അടക്കമുള്ള ഒരു കൂട്ടം ആളുകളോട് ഞാൻ ചോദിക്കാത്തത് ഒരു ചെറിയ മര്യാദ കൊണ്ടാണ്. എന്നാലും ഞാൻ ചോദിച്ചോ ചോദിച്ചില്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരാണ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരായിട്ടുള്ള ഇന്ത്യയിലെ ചില പൗരന്മാരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരായിട്ടുള്ള ടർപ്പായ കെട്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളുമാണ് നിങ്ങൾ വഴിയിൽ നടത്തുന്നത്. അത് JB ജോസഫിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സംഗതിയല്ല. അബ്ദുള്ള ബേസിലിൻ്റെ കുടുംബത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ആ കൂട്ടം ആളുകളിൽ നിന്നോ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അബ്ദുള്ള ബേസിലിൻ്റെ വിവരമില്ലായ്മയിൽ നിന്നാണ്. മതപുസ്തകം മാത്രം വായിച്ച് പഠിക്കുന്ന സാഹചര്യത്തിൽ അത് പഠിക്കുന്ന വേളയിൽ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയുള്ള കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടതാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ഫോട്ടോ കോപ്പി. അങ്ങനെ ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടും ഇന്ത്യയെക്കുറിച്ചിട്ടും ഒക്കെ ഒരു ഐഡിയ കിട്ടാതെ മതം മാത്രം പഠിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മതവാദികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് ആ ഒരു മതകഥാപുസ്തകം, പ്രാചീന കാലത്തെ പുസ്തകം വായിച്ച് കഴിയുമ്പോഴത്തേനും ഒരു തോന്നൽ തോന്നും. ഈ ആളുകൾക്ക് കൊടുക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ, അതിനെതിരെ സംസാരിച്ചാലോ എന്നൊക്കെ തോന്നും. അതിനെതിരെ സംസാരിച്ചാലോ എന്ന് തോന്നുന്ന സമയത്ത് തന്നെ അവരുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പതിവ് രീതികൾക്ക് അടിസ്ഥാനത്തിൽ, അവരുടെ കൂട്ടത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചിന്തിക്കും, ഞങ്ങൾ ബാക്കിയുള്ള ആളുകളെ കൂടെ വിളിച്ചിട്ട് ഒരു സംവാദം നടത്തിയിട്ട് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കാം. അത് ഉള്ളിൽ കിടക്കുന്ന പഴയ പ്രാചീന മതത്തിന്റെ ചിന്തയിൽ നിന്നിട്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അങ്ങനെ ഒരു സംവാദം നടത്താനായിട്ടുള്ള വിളിയും അത് കേൾക്കുന്ന ആളുകളും ശുദ്ധ പരിതാപകരമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംവാദം നടത്താനായിട്ട് ആരെങ്കിലും എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പോവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ JB പോയിട്ട് എന്താണ് കാര്യം? JB പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇവിടെയുള്ള ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഒരു മനുഷ്യന് കിട്ടുന്ന കാര്യത്തിനെതിരായിട്ട് ഏതെങ്കിലും മതവാദി സംസാരിക്കുന്നിടത്ത് പോകേണ്ട ഒരു ആവശ്യം ഒരു ഇന്ത്യൻ പൗരനില്ല. ആ പറയുന്ന അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ നിയമ സംവിധാനത്തിനെതിരെ അതിന് പോവേണ്ട രീതിയിലേക്ക് പോകണം. പക്ഷെ അവന്മാർക്ക് അതിനുള്ള ബോധമില്ല. അവന്മാർ മറ്റേ ശരിയാലോട് അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. ആൾക്കൂട്ട നീതി, ആൺകൂട്ടം ഇരുന്നിട്ട് സമ്പാദിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കണം. അങ്ങനെ അബ്ദുള്ള ബേസിൽ CPയുടെ അടുത്ത് പോയി വാദിച്ചുറപ്പിക്കേണ്ട ഒന്നാണോ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആലോചിക്കേണ്ടതാണ്. ഇവരൊക്കെ പലപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ, പലപ്പോഴും ഇരവാദം മുഴക്കുന്നവർ, ഞങ്ങൾക്ക് ഈ പറയുന്ന എല്ലാത്തിനും ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്, ഞങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർത്തും, ഞങ്ങൾ ആളുകളെ സംവാദത്തിന് വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈത്രേൻ പോയിട്ടുണ്ട്, LGBTQ ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേയധികം ആളുകൾ പോയിട്ടുണ്ട്, മുസ്ലിംസിൻ്റെ ഭാഗത്തു നിന്ന് കുറേയധികം ആളുകൾ പോയിട്ടുണ്ട്. LGBTQ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഈ പറയുന്ന അവന്മാരോട് സംസാരിക്കാൻ വേണ്ടി എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇത്ര മൂളയുള്ളോ? നിങ്ങൾ എന്തിനാണ് ഇവനോട് പോയി സംസാരിക്കുന്നത്? ഇവിടെയുള്ള ആയിരക്കണക്കിന് മതവാദികളെ പോലുള്ള ഒരുത്തൻ മാത്രമാണ്, മതവാദി മാത്രമാണ് ഈ പറയുന്ന അബ്ദുള്ള ബേസിൽ CP എന്ന് പറയുന്നത്. അബ്ദുള്ള ബേസിൽ CP സമ്പാദിച്ചുറപ്പിച്ച് തരേണ്ട സംഗതിയാണോ
ഈ LGBTQ റൈറ്റ്സ് എന്ന് പറയുന്ന സംഗതി? അത് ഓൾറെഡി ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തുള്ള സംഗതിയല്ലേ? ആ ഒരു ഡിസ്ക്രിമിനേഷനെ നമ്മുടെ രാജ്യം അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് സമ്പാദിച്ചുറപ്പിക്കാൻ വേണ്ടിയാണ് ലെവന്റെ അടുത്തേക്ക് പോണത്? അതേപോലെ ഏതെങ്കിലും ഒരു പ്രാചീന കാലത്തെ പുസ്തകം വിശ്വസിച്ച് ചന്ദ്രനെ പുലർത്തിയതും സൂര്യൻ്റെ അകത്തുനിന്ന് ബീഡി കത്തിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സയൻസുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഏതെങ്കിലുമൊക്കെ മതവാദി വിളിക്കുന്ന സമയത്ത് സംവാദത്തിന് പോകുന്നത്? ഇവിടെയുള്ള മൈനോറിറ്റി വിഭാഗത്തിന്, LGBT വിഭാഗത്തിന് അങ്ങനെയുള്ളൊരു സംവാദത്തിന് പോകേണ്ട ആവശ്യം എന്താണ്? അവിടെ വീണ്ടും ചോദിക്കുക, അവൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നതാണോ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത് വീണ്ടും ചോദിക്കുക. അത് ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലാണ്. ഞങ്ങൾ ഇരകൾ, ഞങ്ങൾ വ്രണപ്പെടുന്ന ആളുകൾ, ഞങ്ങളുടെ അടുത്ത് സംവാദത്തിന് വന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇത്തിരി വിഷമമുണ്ടേ LGBTQ റൈറ്റ്സിനെ കുറിച്ചിട്ട്. ഞങ്ങളെ വിഷമിപ്പിക്കാതെ ഞങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിച്ചു തരാം. എന്തിനാണ് ഇവനെയൊക്കെ മൈൻഡ് ചെയ്യേണ്ടത്? ഇവനൊക്കെ വിളിക്കുമ്പോൾ എന്തിനാണ് പോകണത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് പോവേണ്ടത്. ഇപ്പം ഞാൻ ഒരു ജേർണലിസ്റ്റ്, അപ്പം ഞാനിതൊരു ജേർണലിസ്റ്റിക് പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. അപ്പോൾ ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേന് ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടും ഇമോഷണലായിട്ടും എന്നാ പറയുന്നത് ഈ ഇൻ്റലക്ച്വലായിട്ടും എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഭരണഘടന, പൗരാവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ആ ഒരു കത്തി നിൽക്കലിലാണ് പലപ്പോഴും നമ്മൾ പല വാർത്തകളും ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രസമുള്ള കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന ഏതെങ്കിലും സിമ്പിൾ ടോപ്പിക് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ അതിവൈകാരികമായിട്ടാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ അതിവൈകാരികമായിട്ട് അതിനെ സമീപിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ കുറേ അമ്മമാരുടെ മതം വെച്ചിട്ട് ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സംബന്ധിക്കാൻ വേണ്ടി കുറേയധികം ആൾക്കാർ പോകുന്നു. ഇവൻ്റെ ഒന്നും അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അതൊരു തരത്തിൽ ഈ മതപ്രീണനം തന്നെയാണ് ഈ പറയുന്ന സംവാദത്തിന് പോകാന്ന് പറയുന്നത്. എന്തിനാണ് ഇവന്മാരെ പ്രീണിപ്പിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഉള്ള LGBTQ വിഭാഗമോ അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ആൾക്കാരോ ഈ പറയുന്ന അബ്ദുള്ളയെ പോയി പ്രീണിപ്പിക്കേണ്ട ആവശ്യം? അവൻ്റെയൊക്കെ കുടുംബത്തൊന്ന് ഉറപ്പിച്ച് തരേണ്ടതാണോ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പം ഇനി ഇങ്ങനെയുള്ള സംവാദത്തിന് വിളിക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും ആവതുണ്ട് എന്നുണ്ടെങ്കിൽ കോടതിയിൽ ഒരു ഹർജി ഈ പറയുന്ന LGBTQ റൈറ്റ്സ് ഏതൊക്കെയാണ്? അവർ ജെൻഡറായിട്ട് നോൺ ബൈനറി, ജെൻഡർ റെക്കഗ്നൈസ്ഡ് ആണ്, സെൻസർഷിപ്പ്, നോ സെൻസർഷിപ്പ്, ഡിസ്ക്രിമിനേഷൻ ഇല്ലീഗലാണ്. അപ്പം അവർ മറ്റേ മതമല്ലേ? ഡിസ്ക്രിമിനേഷനാണ് അബ്ദുവൊക്കെ പോലെയുള്ള ആൾക്കാർ ടർപ്പായി കെട്ടിയിട്ട് വഴിയിൽ നിന്നിട്ട് അവർക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നതും ഈ തീവ്ര കാക്കന്മാരുടെ മറ്റേ സൈബർ അറ്റാക്കും ഒക്കെ ഡിസ്ക്രിമിനേഷനാണ്. കഴിഞ്ഞിടയ്ക്കും ഒരാളെ കൊന്നായിരുന്നല്ലോ ഇവർ മറ്റേ സൈബർ അറ്റാക്ക് ചെയ്ത്. നോർത്തിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതൊരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ പറയുന്ന അവർക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇവരിത് കൂടുതലായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എംപ്ലോയ്മെന്റ് ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ ഓറിയന്റേഷൻ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി, ഹൗസിംഗ് ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ ഓറിയന്റേഷൻ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി, അഡോപ്ഷൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെയും ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് നാളെ വിയോജിപ്പുകളല്ലാതായി മാറാം. കാരണം നമുക്കതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വരുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുന്ന സമയത്ത് നമുക്ക് അത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മിലിറ്ററി അൺനോൺ ആണ്. ഡൊണേറ്റിംഗ് ബ്ലഡ് ബാൻഡ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോഴും ഈ പറയുന്ന ചില ഡിസീസുകളുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ സ്പ്രെഡ് ആവുന്നതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്ലഡ് ഡൊണേഷനിൽ നിന്നിട്ട് അവരെ മാറ്റിയിട്ടുണ്ട്. കൺവേർഷൻ തെറാപ്പി ബാൻഡ്. ഈ കൺവേർഷൻ തെറാപ്പിയാണ് മറ്റേ കാക്കന്മാർ പറയുന്ന സൈക്കാട്രിസ്റ്റുകൾ വന്നിട്ട് എന്തൊക്കെയോ മാറ്റി കൊടുക്കും, ഇത് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തോ ചെയ്തു തരാമെന്ന് പറയുന്ന സാധനം കൺവേർഷൻ തെറാപ്പിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ മതവാദികളുടെ അടുത്ത്, വെറും പ്രാചീന മതവാദികളുടെ അടുത്ത് സംബന്ധിക്കാൻ വേണ്ടി പോകുന്നത്. പ്രാചീന മതവാദികൾക്ക് എന്ത് സയൻസ്, എന്ത് എവിഡൻസ് ഇടേ? പല മേഖലയിലുള്ള പ്രഗത്ഭർ, അവർക്കൊക്കെ ഓരോ പ്രൊഫൈലുണ്ട്. ഇപ്പം ഞാനൊരു ജേർണലിസ്റ്റാണ്, അതേപോലെ തന്നെ ഇപ്പം മൈത്രേയൻ, അതുപോലെയുള്ള ആളുകളൊക്കെ ഒരു പ്രൊഫൈലുള്ള ആളുകളാണ്. ഇപ്പം ശീതൽ ശ്യാമ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവരൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളാണ്. അവരെന്തിനാണ് ഈ മതവാദികളുടെ അടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്ക് പേടിയാണോ? ഇവരെ പേടിയാണോ? ഇവന്മാരെയൊക്കെ വ്രണപ്പെടും എന്നുള്ള പേടിയാണോ? ഇവന്മാരെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാചീന മതവാദികളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ സയൻസിന്റെ പ്രൂഫായിട്ട് സംബന്ധിക്കാൻ പോകൂടെ? അങ്ങനെ സയൻസ് അംഗീകരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സയൻസ് പ്രൂഫ് തലേ കയറുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവന്മാർ മതവാദിയാവോ? ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത വേണ്ടേ? അതേപോലെ തന്നെ അവരുടെ ഒരു കോമൺ അജണ്ട എന്താണ്? ഇതിനെ എതിർക്കുക എന്നുള്ളതാണ് മതവാദികളുടെ അജണ്ട. അപ്പൊ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ എന്ത് സമ്പാദിച്ചുറപ്പിക്കാൻ വേണ്ടിയാണ് പോണത്? മതവാദികളുടെ അടുത്ത് ബോധമോദിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് പലപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾക്കെതിരാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ഇൻക്ലൂഡിംഗ് ഇക്വാലിറ്റി ബിഫോർ ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ഈ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യത്തിലാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്.
ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം പണിത് നമ്മൾ ഇസ്ലാമോഫോബിക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അയോധ്യ രാമക്ഷേത്രത്തിനെതിരായിട്ട് പറഞ്ഞത്? നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെയുള്ള പല എക്സ് മുസ്ലിംസും അല്ലെങ്കിൽ ഈ എന്നാ പറയുന്നത് ഇസ്ലാമിനോട് വിയോജിപ്പുള്ള അതിൻ്റെ തീവ്ര സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളും പലപ്പോഴും സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാനത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ അജണ്ട അതല്ല. അപ്പോൾ ഇന്നലെ ഇവന്മാരുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയെ തിരിച്ചു ചോദ്യം ചെയ്തപ്പോഴത്തേന് ഇവന്മാരെല്ലാം കൂടെ നമ്മളെ പിടിച്ച് ഇസ്ലാമോഫോബിക് ആക്കി. അല്ല, എന്നെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ല. ഇസ്ലാമോഫോബിക്കെന്നോ ഹിന്ദുവോഫോബിക്കെന്നോ ക്രിസ്ത്യാനോഫോബിക്കെന്നോ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഈ ഫോബിയ എന്ന് പറയുന്ന സാധനം നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നല്ല, ഇത് വരുത്തുന്നതാണ്. അങ്ങനെ ഇവിടെ ഉള്ള ഒരാൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് മതങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അത്ര രസകരമായിട്ടുള്ള സമാധാന അന്തരീക്ഷം പലപ്പോഴും ഈ പറയുന്ന മേഖലകളിൽ നിന്ന് കാണാത്തതുകൊണ്ടാണ് ആളുകൾക്ക് ആ ഒരു ഫോബിയ ഉണ്ടാകുന്നത്. എന്തെങ്കിലും മരുന്നുണ്ടോ? ബേസിൽ എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത്തിരി കൊടുക്കുക, നമ്മളത് കുട്ടിച്ചട്ടത്തൊക്കെ മാറ്റാം. ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉള്ളിൽ ആ ഒരു ഉത്തരം വരണം. എന്തുകൊണ്ടാണ് JBI ചാനലിനകത്ത് ജെയ് ബി ജോസഫ് സംവാദത്തിന് വരാത്തത്? കേവലം മതവാദികളോട് സംബന്ധിച്ച് നേടേണ്ട ഒരു ടോപ്പിക്കല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേവലം മതവാദി എന്ന് പറയുന്ന പ്രൊഫൈലില്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത ഒരുത്തനോട് സംബന്ധിച്ച് നേടേണ്ട ഒരു സാധനമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്തെ ചില സംഗതികൾ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്? സിമ്പിൾ. കാരണം നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് വരുന്നത്, ജേർണലിസം എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പം മറ്റേ മതവാദികളായിട്ട് സംബന്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ സംബന്ധിച്ച് നേടിക്കൊടുക്കേണ്ട ആളുകളല്ല, നമ്മൾ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കും. ഇനി മറ്റേത് ഇസ്ലാമോഫോബിക്, ഞാൻ ഇസ്ലാമിസ്റ്റോഫോബിക്കാണ്, ഹിന്ദുത്വ ഫോബിക്കാണ്, മറ്റേ ക്രിസംഗ്യോ ഫോബിക്കാണ്. എനിക്ക് ഈ പറയുന്ന തീവ്ര സ്വഭാവമുള്ള മറ്റുള്ള ആളുകളുടെ സ്വൈര്യ ജീവിതത്തിലേക്ക് ഇടപെടുന്ന എല്ലാ ആൾക്കാരോടും ഒരു ഫോബിയ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറ്റേ ഏതെങ്കിലും ഫോബിയാക്കി കണക്ട് ചെയ്താൽ എനിക്ക് പുല്ലാണ്, പ്രശ്നമുള്ള കേസൊന്നുമല്ല. അപ്പോൾ ഞാൻ പറയണത് എല്ലാം അതിൻ്റെ രീതിക്ക്, ഒരു രാജ്യത്തെ പൗരൻ ചെയ്യുന്ന രീതിക്ക് ചെയ്യുക. നിയമപരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ നേരിടുകയാണ്. നിങ്ങൾ ഇതിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്ത സമയത്ത് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇതിനെതിരെ ഇത് ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവമൊക്കെ കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുന്നിലുണ്ടാവും ഞാൻ. അല്ലാതെ മതവാദികളുടെ പള്ളി കമ്മിറ്റി കൂടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് JB വരില്ല. അത് ഒരു രാജ്യത്തോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വില കുറച്ച് കാണുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് മതവാദികളുമായിട്ട് സംബന്ധിക്കാനായിട്ട് എന്നെ വിളിക്കല്ലേ മക്കളെ, എന്നെ വിളിക്കല്ലേ. അത്ര ഒരു വില കുറഞ്ഞവനാണ് ഞാനെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഇവൻ്റെയൊക്കെ അടുത്ത് സമ്മതിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് പരിതാപകരമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവന്മാരൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവന്മാരിങ്ങനെ ഞൊഴഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇവന്മാരെന്നിട്ട് പറയാം, ഞങ്ങളോട് പറ, ഞങ്ങളെ കൺവിൻസ് ചെയ്യും. നീക്ക് ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. മത ഐഡൻറ്റിറ്റി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. ഇവിടെ നിനക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ആദ്യം ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള മൈനോറിറ്റി, ഞാൻ അടക്കമുള്ള ആളുകൾ സർട്ടിഫിക്കറ്റിൽ മൈനോറിറ്റിയാണ്. ക്രിസ്ത്യൻ, മുസ്ലിം ആളുകൾ ഇവന്മാർ ചിന്തിക്കേണ്ടത് ഇവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ഒച്ചയുയർത്താൻ പറ്റുന്ന തരത്തിൽ പോലെയുള്ള ഒരു പരിഗണന കിട്ടാത്ത ഒരു ഭാഗം ആളുകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മൈനോറിറ്റി. ക്രിസ്ത്യൻ, മുസ്ലിംസൊക്കെ, ഈ വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികൾ നിങ്ങളുടെ വിശ്വാസം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രയധികം മൈനോറിറ്റികൾക്കെതിരെ അക്രമമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ട് ഒന്നും സംസാരിക്കേണ്ട. ഇവന്മാരുടെയൊക്കെ ചാനലിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ഇല്ല. ഇവന്മാർക്ക് വല്ലവരുടെയും സ്വകാര്യ ഇടങ്ങളിൽ ഉണ്ടാവുന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വറി ചെയ്യലും ഒക്കെയാണ്. ലൈംഗിക അവയവങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഇത്രമാത്രം ആദ്യമുള്ള ഒരു മൈനോറിറ്റി വിഭാഗക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്മാരുടെ മൊത്തത്തിൽ സംഘടനാ പേര് മാറ്റിയിട്ട് സർവ്വഗുത സംരക്ഷണ സമിതി എന്ന് വല്ലതും ആക്കണം. കാരണം ഇവന്മാർക്ക് മറ്റേ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ആദ്യം ഒരു കാലത്തുണ്ടായിരുന്നു. സർവ്വഗുത സംരക്ഷണ സമിതിയുടെ ആൾക്കാർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ട മക്കളെ, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഈ പറയുന്ന പരിപാടികൾക്ക് വിളിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണഘടന, മൗലിക അവകാശങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ വല്ലാത്ത ബഹുമാനമുണ്ട്. അത് നിൻ്റെ ഒന്നും മുന്നേ കൊന്നിട്ട് സമ്പാദിച്ച് ഉറപ്പിക്കേണ്ട ആവശ്യം ഗതികേട് ഒരു ഇന്ത്യൻ പൗരനില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങനെ ഉറപ്പിച്ച് തരേണ്ട ഒരു സാധനമല്ല ഇത്. അവിടെ നല്ല നന്ദി.